സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കുന്നതിൽ അനിശ്ചിതത്വം. ഈ മാസം 30-ന് നിലവിലെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കും. അതേസമയം പുതിയ DGPയെ തീരുമാനിക്കാൻ UPSC യോഗം ഇതുവരെ ചേർന്നില്ല. യോഗം ചേരാനുള്ള സമയം പിന്നിട്ടിരിക്കെ എന്ന് ചേരുമെന്ന് സംസ്ഥാനത്തെ അറിയിച്ചിട്ടുമില്ല. ഇതോടെ താൽക്കാലിക പോലീസ് മേധാവിയെ നിയമിക്കാനും സാധ്യത ഏറുകയാണ്. ഈ മാസം 30-ന് മുൻപ് UPSC യോഗം ചേർന്ന് 3 പേരുടെ പട്ടിക സംസ്ഥാനത്തിന് തിരികെ അയച്ചില്ലെങ്കിൽ താൽക്കാലിക പോലീസ് മേധാവിയെ നിയോഗിക്കാനുള്ള സാഹചര്യമാകുമുണ്ടാകുക. 6 പേരുകൾ അടങ്ങിയ പട്ടികയാണ് സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറിയിട്ടുള്ളത്. നിതിൻ അഗർവാൾ, രവത ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം എന്നിവരിൽ ഒരാൾ താൽക്കാലിക മേധാവിയാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള രവത ചന്ദ്രശേഖർ കേരളത്തിലെത്തി പോലീസ് മേധാവിയാകാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. UPSCക്ക് രണ്ടാമതും MR അജിത് കുമാറിന്റെ പേര് സംസ്ഥാനം കൈമാറുകയും ചെയ്തു. അന്തിമ പട്ടിക തയ്യാറാക്കാനുള്ള UPSC യോഗത്തിന്റെ തീയതി ഇനിയും തീരുമാനിച്ചില്ല. DGP പട്ടികയിൽ ഇടം പിടിക്കാനുള്ള ചരടുവലികളും തർക്കങ്ങളുമെല്ലാം നടക്കുന്നതിനിടെയാണ് സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായി ഒരു താൽക്കാലിക DGP ഭരണത്തിന് സാധ്യത തെളിയുന്നത്. സംസ്ഥാനം നൽകിയ പട്ടിക പരിശോധിച്ച് UPSC അന്തിമ പട്ടിക നൽകിയാൽ മാത്രമേ സംസ്ഥാനത്തിനൊരാളെ DGPയായി തിരഞ്ഞെടുക്കാനാകൂ. എന്നാൽ UPSC യോഗത്തിന്റെ തീയതി ഇതുവരെ നിശ്ചയിക്കുകയോ എന്ന് ചേരുമെന്ന അറിയിപ്പ് സംസ്ഥാനത്തിന് ലഭിക്കുകയോ ചെയ്തിട്ടില്ല. മെയ് 21-ന് പോലീസ് മേധാവി വിരമിച്ച കർണാടകയിലും ഇതുവരെ UPSC യോഗം ചേർന്ന് അന്തിമ പട്ടിക കൈമാറിയിട്ടില്ല. അവിടെയും താൽക്കാലിക DGPയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.